ഗ്രേറ്റ് ഫാദർ അതിലൊരു നെഗറ്റീവ് ഷെയ്ഡ് റോളാണ് ചെയ്തുകൊണ്ടിരുന്നത്. സെയിം സംവിധായകന്റെ ഒരു സിനിമ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അതിലെ വയലൻസിനെ കുറിച്ച്, മാർക്കോനെ കുറിച്ച് എന്താ? കാരണം ഉണ്ണീനെ ഓൾറെഡി അറിയാം, ഉണ്ണിമുത്തന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പഞ്ചഭാവമായിട്ട് അച്ഛനെയൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു മകൻ. ആ ഒരു ക്യാരക്ടർ ഇതിലേക്ക് വരുമ്പോൾ അല്ല, എന്താ പറയുക, നമ്മൾ ഒരുപാട് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് വയലൻസ് ഉള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത് ഇന്ത്യൻ സിനിമയായ ആനിമൽ ഭയങ്കര വയലൻസ് ഉള്ള സിനിമയാണ്. കില്ല് വയലൻസ് ഉള്ള സിനിമയാണ്. ഞാൻ പൊതുവെ വയലൻസ് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാണുക ചെയ്യും, കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അത്ര എന്തോ ഒരു മാനസികമായിട്ട് എനിക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട് ഇത് അടുത്ത കാലത്ത്. പക്ഷേ പടം അങ്ങനെ ഒരു രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഉണ്ണിയുടെ അതിഗംഭീരമായിട്ടുള്ള മേക്ക് ഓവറാണ്. അദ്ദേഹം എന്താ പറയുക, ഒരു ഫിസിക്കലായിട്ട് അഭിനയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളില്ല. അങ്ങനെയുണ്ടല്ലോ, അദ്ദേഹം അത് വർക്ക് ചെയ്തു ഗംഭീരമായിട്ട്. ഇപ്പോൾ അനീഫ് അദാനി എനിക്കറിയാം, നല്ല സൗഹൃദമാണ്, ആദ്യത്തെ ഒരു പടം ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഇതുപോലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പലപ്പോഴും പുള്ളി അങ്ങനെയുള്ള ഒരാളാണ്. വളരെ അദ്ദേഹം ഒരു സിനിമ ചെയ്തു, അത് 100 കോടിയിലെത്തിയിരിക്കുന്നു.